കാലത്ത് 7 മണിക്ക് തന്നെ ഞങ്ങളെല്ലാവരും കൂടി റൂമിൽ നിന്നും പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ നേരെ സഫാരി വേൾഡിലോട്ടാണ് പോകുന്നത്. ഈ ഹോട്ടലുള്ളത് എയർപോർട്ടിന് വളരെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അധികം ദൂരമില്ല സഫാരി വേൾഡിലേക്ക്. ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രം എടുത്ത ഒരു ഹോട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങി. അതും വളരെ ലേറ്റ് നൈറ്റിലാണ് നമ്മളിവിടെ എത്തിയത്. ഇനി നേരെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. നമ്മുടെ ലഗേജുകളെല്ലാം താഴെ റിസപ്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും സഫാരി വേൾഡിലോട്ട് പോകുന്നത്. തിരിച്ച് അവിടുന്ന് വരുന്ന വഴിയിൽ ഇതെല്ലാം എടുത്ത് നമ്മുടെ പുതിയ ഹോട്ടൽ, ബാങ്കോക്ക് ടൗണിലുള്ള പുതിയ ഹോട്ടലിലോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു വമ്പൻ അബദ്ധം പറ്റി. ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ ഇവിടെ 24 hours എപ്പോൾ വേണമെങ്കിലും ചെക്കിനും എപ്പോൾ വേണമെങ്കിലും ചെക്കൗട്ടും ഉള്ളൊരു ഹോട്ടലാണ്. നമുക്ക് മറ്റുള്ള ഹോട്ടലുകളുടെ പോലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചെക്കിനും 12 മണിക്ക് ചെക്കൗട്ടും ഉള്ള ഒരു ഹോട്ടലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി 1 മണിക്ക് എത്തുന്നത് കാരണം ഞാൻ 1 AM ആണ് ആക്ച്വലി കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ അത് അബദ്ധത്തിൽ 1 PM ആണ് കൊടുത്തത്. ഇവിടെയാണ് നമ്മൾ ലഗേജുകളൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് പുതിയ ടൂറിസ്റ്റുകൾ റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. ഇതാണ് റിസപ്ഷൻ കൗണ്ടർ. ഒരു റിസപ്ഷൻ സ്റ്റാഫുണ്ട്. ഞങ്ങൾ ലഗേജുകളൊക്കെ അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇനി ഞങ്ങളുടെ അടുത്ത ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് 2-3 റെസ്റ്റോറൻറ്റ്സ് ഈ ലൈനിലുണ്ട്. പക്ഷെ അതൊന്നും തുറന്നിട്ടില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സ്പാ കാണാം. അത് കഴിഞ്ഞിട്ട് മൂന്നോളം റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൻ്റെ ടേബിളുകളാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ അതൊന്നും തുറന്നിട്ടില്ല. ഞങ്ങൾ തൊട്ട് ലാസ്റ്റിലുള്ള ഒരു 7-Eleven പോയത്. അവിടുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. അതെല്ലാം ചൂടാക്കി അത് വണ്ടിയിലിരുന്ന് കഴിക്കുക അല്ലെങ്കിൽ പുറത്തിരുന്ന് കഴിക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ അതെല്ലാം വാങ്ങിയത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ടാക്സി വിളിച്ചു. ഇനി സഫാരി വേൾഡിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഡ്രൈവർ ഒരു നോർമൽ ഒരു മനുഷ്യനാണ്. നമ്മൾ അകത്തൊക്കെ ഇന്നറിലൊക്കെ ഇടുന്ന ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ ബോൾട്ട് എന്നൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്തത്. ബോൾട്ടിൽ നോർമലി പഴയ വണ്ടികളൊക്കെ വരിക കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. നല്ല വണ്ടികളൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗ്രാബ് എന്ന ആപ്പാണ്. അതിൽ പുതിയ വണ്ടികളാണ് ഉണ്ടാവുക. നമ്മൾ ബോൾട്ടാണ് വിളിച്ചത്. കാരണം അതിൽ പൈസ കുറവാണ്. പിന്നെ പെട്ടെന്ന് ആ ഒരു സമയത്ത് ബോൾട്ടിലായിരുന്നു വണ്ടി ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് അവൈലബിൾ ഉണ്ടായിരുന്നത്. ഇതൊരു ഇന്നോവയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വണ്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ഞങ്ങൾ 1 AM എന്ന് ചെക്ക് ഇൻ ടൈം ബുക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ അബദ്ധത്തിൽ 1 PM ആണ് ബുക്ക് ചെയ്തത്. രാത്രി 1 മണിക്ക് ഇവിടെ വന്നതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ബുക്കിംഗ് കാണുന്നില്ല 1 AM. ഞാൻ പിന്നെ അവരായിട്ട് ഒരുപാട് ദേഷ്യം പിടിക്കുകയും എൻ്റെ കൺഫർമേഷൻ പേപ്പറൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവരും പെട്ടെന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. അവരും കുറേ ചെക്ക് ചെയ്തതിന് ശേഷം അവസാനമാണ് അവരത് മനസ്സിലാക്കിയത് 1 PM ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അവരായിട്ട് ചൂടായതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു അബദ്ധമായി പോയി. അവസാനം ഞാൻ അപ്പോളജൈസൊക്കെ ചെയ്തു. എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവസാനം കുറേ നേരം മെനക്കെട്ടതിന് ശേഷം ഒരു 2 മണിയോട് കൂടിയിട്ട് അവർ റൂം തന്നു. നമ്മൾ അവരുടെ മാനേജറും ഓണറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അവസാനം നമുക്കവർ റൂം തന്നു. ആദ്യം അവർ കുറച്ച് അഡീഷണൽ ചാർജൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം അവർ ഓണറൊക്കെ ഇടപെട്ടിട്ട് നമ്മളടുത്ത് അഡീഷണൽ ചാർജ് വാങ്ങിച്ചിരുന്നു. അത് തിരിച്ചു തന്നു. ഓണർ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു മാനേജർ നമുക്ക് രാത്രി റൂമിലോട്ട് അത് കൊണ്ടുവന്ന് തന്നു. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ സഫാരി വേൾഡിലോട്ട്. പോകുന്ന വഴിയിൽ നമ്മൾ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ആ ടോൾ ഗേറ്റ് ഒക്കെ കടന്നിട്ടാണ് നമ്മൾ ഈ റൂട്ടിൽ സഫാരി വേൾഡിലോട്ട് പോകുന്നത്. ടോൾ ഗേറ്റിലൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയിലൊന്നും അധികം സമയം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു 20 മിനിറ്റ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ സഫാരി വേൾഡിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലെത്തി. സഫാരി വേൾഡിൻ്റെ കോമ്പൗണ്ട് വലിയ ഒരു കോമ്പൗണ്ടാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 10-25 ഏക്കർ ഉണ്ടായിരിക്കും അത്. നമ്മളിപ്പോൾ ആ കോമ്പൗണ്ടിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ നാട്ടിലൊക്കെ ഒരു ബസ് സ്റ്റാൻഡ് പോലെ തന്നെ വലിയ ഒരു ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാം. ഇത് ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡാണത്.
അത് കഴിഞ്ഞ് നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോഴാണ് നമുക്ക് സഫാരി വേൾഡിൻ്റെ ഗേറ്റ് കാണുന്നത്. അതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് കാറുകൾക്കുള്ള വലിയ വിശാലമായ പാർക്കിംഗ് ആണ്. അപ്പോൾ സെക്യൂരിറ്റി ഗേറ്റിൽ നമ്മളുടെ ബുക്കിംഗ് കൺഫർമേഷൻ ഒക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പോകാൻ അവർ അനുവദിച്ചു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഞങ്ങളുടെ ഡ്രൈവർ ഒരു നല്ല മനുഷ്യനായിരുന്നു. പുള്ളിക്കാരൻ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളോടൊപ്പം നടന്ന് കൗണ്ടറിലോട്ട് വന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്നാൾ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർമാർ മുഖേനയാണ് അവിടെ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന ഡ്രൈവർമാർക്ക് അവർ എന്തോ ബാറ്റ് എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്കൊരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ പിന്നീട് അവർക്ക് പെട്രോളിൻ്റെ രൂപത്തിൽ റിഡീം ചെയ്യാം. അവർക്ക് ആ കൂപ്പൺ ഇവിടുത്തെ പെട്രോൾ പമ്പിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്രോൾ ഫിൽ ചെയ്യാനുള്ള എത്ര എമൗണ്ടൊന്നും എനിക്കറിയില്ല, കുറച്ച് എമൗണ്ടിന് പെട്രോൾ ഫിൽ ചെയ്യാനുള്ള ഒരു കൂപ്പണാണത്. അതുകൊണ്ട് അയാൾ നമ്മളോടൊപ്പം വന്ന് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഇതാണ് അവിടുത്തെ ഒരു കൗണ്ടർ. അപ്പോൾ ഞാൻ ആ ഒരു കൗണ്ടറിൽ ആദ്യം കൺഫർമേഷൻ പേപ്പർ കൊടുത്തു. അപ്പോൾ അതായത് അവിടെ അപ്രൂവ് ചെയ്തിട്ട് പിന്നെ വേറൊരു കൗണ്ടറിലോട്ട് നമ്മളെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അവിടെ കൗണ്ടറിൽ അവരുമായിട്ട് സംസാരിച്ച് നമ്മുടെ കൺഫർമേഷൻ ടിക്കറ്റൊക്കെ കൊടുത്ത് നമുക്കുള്ള സ്ലിപ്പുകളും മറ്റുള്ള ബാൻഡുകളൊക്കെ നമുക്ക് അവരിൽ നിന്ന് മേടിച്ച് തരാൻ ഹെൽപ്പൊക്കെ ചെയ്തു അയാൾ. അപ്പോൾ ഞങ്ങൾ ഡ്രൈവറിൻ്റെ പിന്നിലായിട്ട് അടുത്ത ആ ഒരു കൗണ്ടറിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവിടുന്നാണ് നമുക്കുള്ള ശരിക്കുള്ള പ്രിൻ്റഡ് ടിക്കറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ തരുന്നത്. അങ്ങനെ എല്ലാം കളക്ട് ചെയ്ത് ഡ്രൈവറെ പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങൾ അവരുടെ കോമ്പൗണ്ട് ഉള്ളിലോട്ട് മെയിൻ കോമ്പൗണ്ട് ഉള്ളിലോട്ട് കയറി. വേർഡ് ടു ഫ്രീക്കിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്ക്. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്കിലേക്ക് സ്വാഗതം. ഞാൻ തായ്ലൻഡിലെ ഒട്ടുമിക്ക ആക്ടിവിറ്റികളും ബുക്ക് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റ് മുഖാന്തരമാണ്. ക്ലൂക്ക് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്ത് ഏതൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ബുക്ക് ചെയ്യണം അതെല്ലാം നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ തായ്ലൻഡ് മാത്രമല്ല, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഹോങ്കോങ്, ടോക്കിയോ, ഒസാക്ക, സിംഗപ്പൂർ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ഓഷ്യാന, യൂറോപ്പ്, നോർത്ത് അമേരിക്ക ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇവിടുന്ന് ബുക്ക് ചെയ്തത് സഫാരി വേൾഡ്, അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് സിറ്റി, സാഞ്ചുറി ഓഫ് ട്രൂത്ത്, ഇങ്ങനെ ഉള്ളതൊക്കെ ഇവിടുന്നാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ സഫാരി വേൾഡിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് ബേസിക്കലി ഇതാണ് ഞങ്ങളുടെ ആ ഒരു ബുക്കിംഗ് വന്നത്. മൊത്തം നമുക്ക് 4 പേർക്ക് 3515 തായ് ബാത്താണ് ആയത്. അത് വന്ന് സഫാരി വേൾഡ് പാക്കേജ് വന്നത് സിംഗിൾ ഡേ പാസ്സാണ്. സഫാരി പാർക്കും മറൈൻ പാർക്കും ആണ് നമുക്ക് വന്നത്. അതിൽ നമ്മൾ നോൺ തായ് റെസിഡൻഷ്യൽ ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നത്. പിന്നെ ബഫറ്റ് നമ്മൾ എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്നതിന് ശേഷം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം നേരത്തെ കൂട്ടിയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത കാരണം നമ്മളത് എടുത്തില്ല. നമ്മൾ മൊത്തം 2+2 അഡൾട്ട്സ് എന്നുള്ളൊരു പാക്കേജാണ് എടുത്തത്. ഇനി നമ്മളത് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ഈ ഒരു സൈറ്റിൽ അറിയാൻ പറ്റും. പാർക്ക് അതായത് ട്യൂസ്ഡേ ടു സൺഡേ 9 മണി മുതൽ 4:30 വരെയും, അതുപോലെ തന്നെ മറൈൻ പാർക്ക് ട്യൂസ്ഡേ ടു സൺഡേ 9 മണി മുതൽ 5 മണി വരെയാണ് ഉള്ളത്. ഫ്രൈഡേയും സാറ്റർഡേയും അത് ഒഴിവാണ്, ഇത് പാർക്ക് ഓപ്പൺ അല്ല. ഇനി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ എല്ലാ ഷോകളുടെ മറൈൻ പാർക്കിലുള്ള എല്ലാ ഷോകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് ഓരോ സ്ഥലത്തേക്കും എത്താനില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ മിസ്സാവും. 10:15 നമുക്ക് ഒറാങ്ങൂട്ടാ ഷോ ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 മണിക്ക് എലിഫൻറ്റ് ഷോ ഉണ്ട്. ഓക്കെ, ഈ എലിഫൻറ്റ് ഷോ 11 മണിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത്
2 മണിക്ക് ആണ് പിന്നെ നമുക്ക് ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് 2:15 അടുത്ത ഷോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ഷോക്കുമുള്ള കറക്റ്റ് ടൈമിങ് ഇവിടെ കൊടുത്തത് കൊണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഓരോ ഷോയിലേക്കും എത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലതും അവിടെ മിസ്സാവും. സഫാരി വേൾഡിൻ്റെ ഉള്ളിൽ 2 പാർക്കാണുള്ളത്. ഒന്ന് മറൈൻ പാർക്കും ഒന്ന് സഫാരി പാർക്കും. മറൈൻ പാർക്കിൻ്റെ ടിക്കറ്റ് എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറൈൻ പാർക്കിൻ്റെ ഉള്ളിലാണ് ആക്ടിവിറ്റീസും ഷോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സഫാരി പാർക്ക് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സൂ ആണ്. മൃഗങ്ങളെല്ലാം ഓപ്പണായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ വണ്ടിയുടെ ഉള്ളിലും മറ്റുള്ള കാര്യം അവരുടെ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് യാത്ര ചെയ്ത് അതെല്ലാം ആസ്വദിക്കാറുള്ളതാണ്. നമ്മളിപ്പോൾ പോകുന്നത് നേരെ മറൈൻ പാർക്കിൻ്റെ ഉള്ളിലോട്ടാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു വാക്കിംഗ് ഏരിയ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ 2 സൈഡിലും കുറേ ചെറിയ ചെറിയ ഷോപ്പുകളും ഈ ഉന്തുവണ്ടികളിലുള്ള കച്ചവടക്കാരും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റൂഫ് കംപ്ലീറ്റ് ഈ ഇലകൾ കൊണ്ടും അതുപോലെ തന്നെ പൂക്കൾ കൊണ്ടൊക്കെ ഉള്ള പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള പൂക്കളൊക്കെ ആയിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ടേബിൾ ഏരിയ ആണ്. അവിടെ ലണ്ടൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും മറ്റു ആയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇരിക്കാൻ വീൽ ചെയറുകൾ, കുട്ടികൾക്ക് ഇരുത്തിയിട്ട് അവരെ തള്ളി കൊണ്ടുപോകാനുള്ള ചെറിയ ചെറിയ വണ്ടികൾ, അതെല്ലാം നമുക്ക് ഇവിടെ റെൻറ്റിന് കിട്ടും. ഒരു ഫുൾ ഡേക്ക് ചെറിയ പൈസയെ വരുന്നുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഇതിനുള്ളിൽ കാണേണ്ടത് പാരറ്റ്സിനെയാണ്. ഈ വലിയ ടൈപ്പ് പല പഞ്ചവർണ്ണ തത്തകളെ പോലെയുള്ള പഞ്ചവർണ്ണ തത്തകൾ തന്നെയാണ് എന്ന് തോന്നുന്നു. ഇങ്ങനത്തെ പാരറ്റ്സിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല സൈസൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് അവറ്റകളെ കാണാനായിട്ട്. ഒരുപാട് പാരറ്റ്സിനെ ഇവിടെ ഓപ്പണായിട്ട് അവർ ഇരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിങ്സൊക്കെ ലോക്ക്ഡ് ആണെന്ന് തോന്നുന്നു. അവറ്റകൾ പറക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ട്രഡീഷണൽ തായ് വീടും അതിനോട് അനുബന്ധിച്ചൊരു സ്റ്റേജും നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ നിന്നിട്ട് ആളുകളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളിനി ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ്. പോണി ഹോഴ്സുകൾ ഇവിടെ നമുക്ക് കുറേ കാണാൻ സാധിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ പലതരത്തിലുള്ള കാഴ്ചകളും കണ്ട് ആസ്വദിക്കാം. ഈ ഒരു ഭാഗത്ത് ക്രോക്കഡൈലുകളുടെ ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ താഴത്ത് ഒരുപാട് ക്രോക്കഡൈൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് അവർക്കായിട്ടുള്ള ഒരു ഏരിയ അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് വലിയ ക്രോക്കഡൈൽസ് ഇവിടെ വെള്ളത്തിലും കരയിലൊക്കെ ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളൊരു ക്രോക്കഡൈലിനെ കണ്ടത്. അത് ഈ ഫെൻസിങ്ങൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പകുതി പുറത്തോട്ട് വരുന്ന രീതിയിലാണ് നമ്മളതിനെ കണ്ടത്. പെട്ടെന്ന് നമ്മളൊന്ന് പേടിച്ചു പോയി. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് ഒരു സ്റ്റാച്യു ആയിരുന്നു എന്ന്. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അതിനെ കാണാനായിട്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ നടന്നപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്പൺ എയർ സ്റ്റുഡിയോ കാണാൻ സാധിച്ചു. നമുക്ക് ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിനും റീൽസിനും ഷോർട്സിനൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ. പക്ഷെ അവിടെ അത് ഓപ്പൺ ആയിട്ടില്ല. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒറാങ്ങൂട്ടാൻ നമുക്ക് അതിനോടൊപ്പം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു ഭാഗമാണിത്. പക്ഷേ ഏർലി മോർണിംഗിനായ കാരണം അതൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന ഈ ഗോൾഡൻ കല്ല്, അതും അതേപോലെ ഒരു ഫോട്ടോ പോസാണ്. അവിടെ ടൈഗറാണ് അവിടെ വരിക. ടൈഗറിൻ്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആമകളുടെ ഒരു ഗ്ലാസ് കേജ് നമുക്ക് കാണാൻ സാധിച്ചു.
ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ റൂഫിൽ കംപ്ലീറ്റ് അംബർലാസ്, പല നിറങ്ങളിലുള്ള പൂക്കൾ ഡിസൈനുള്ള അംബർലാസ് ഒക്കെ വെച്ചിട്ട് ഹാങ് ചെയ്തിട്ടിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഈ കാണുന്നത് മനാറ്റി എന്ന് പറയുന്ന ഒരു അക്വേറിയമാണ്. ഒരു വലിയ ഒരു അണ്ടർസീ ഇഫക്റ്റുള്ള ഒരു അക്വേറിയം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അതിൻ്റെ ഉള്ളിൽ ഈ സീലൊക്കെ പോലെ ഉള്ള ഒരു അനിമൽ അതിലുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിനെ കാണാൻ സാധിച്ചില്ല, മീനുകളെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും അതേപോലെ വ്യൂ ഉണ്ട്, അവിടെ ആയിരിക്കണം അത് ഉള്ളത്. നമുക്ക് ആ ഭാഗത്ത് പോകുമ്പോൾ അത് കാണാം. ഇനി നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ഷോ ഒറാങ്ങുട്ടൻ ഷോയാണ്. അപ്പോൾ ആ ഒരു ഏരിയ തപ്പി പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ സൈൻ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് ഹെൽപ്പാണ്. എന്നിരുന്നാലും നമ്മൾ അവരുടെ സ്റ്റാഫുകൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ചോദിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് ഒറാങ്ങുട്ടൻ ഷോ തുടങ്ങാനായിട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് മാക്സിമം കാണാവുന്ന സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇതിൻ്റെ നടുവിലൂടെ ഒരു ചെറിയൊരു നദി പോകുന്നുണ്ട്. അതിന് ക്രോസ് ആയിട്ടൊരു തൂക്കുപാലമുണ്ട്. നല്ല അടിപൊളി തൂക്കുപാലാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട്. ആ ഒരു റിവറിൽ ഫുള്ള് വലിയ വലിയ മത്സ്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എത്തി. അവിടെ ഈ ബ്ലാക്ക് സ്വാൻസ്, ഒരുപാട് ബ്ലാക്ക് സ്വാൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് അത് ഉണങ്ങാനിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെയും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ നല്ല ദാഹത്തിലും നല്ല ക്ഷീണത്തിലുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടെന്ന്, മഴ ഒട്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് കുടിക്കാനായിട്ട് നമ്മൾ നോക്കുകയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അവസാനം നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയത് കിട്ടി. അവിടെ നിന്ന് നമ്മൾ എല്ലാവരും ഇളനീര്, നല്ല തണുത്ത ഇളനീര് മേടിച്ചിട്ട് കുടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് മറ്റുള്ള ഡ്രിങ്ക്സൊക്കെ മേടിക്കാനായിട്ട് നല്ലത്, ഏറ്റവും ബെസ്റ്റ് നാച്ചുറലായിട്ട് ഇളനീരിന് തന്നെ മേടിച്ച് കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. ക്ഷീണവും മാറി കിട്ടും, പൈസയും ലാഭമാണ്. അതുപോലെ തന്നെ കരിമ്പ് ജ്യൂസും നല്ലതാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മൾ ഏതോ സ്കൂളിലത്തെ ഒരുപാട് ചെറിയ കുട്ടികൾ വന്നിട്ടുള്ള ഒരു കാഴ്ച കണ്ടത്. നല്ല രസമുണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് നീല യൂണിഫോമിലിട്ട് നടന്നു പോകുന്നത് കാണാൻ. വീണ്ടും നമ്മൾ മുന്നോട്ട് കാണുന്ന വഴികളിലൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഐഡിയ ഇല്ല കറക്റ്റ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. എന്നാലും നമ്മൾ ആ ഒരു കാണുന്ന വഴിയിലൂടെ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ബേഡ്സിൻ്റെ വലിയ ഒരു കേജിൻ്റെ ഉള്ളിലായിട്ടാണ്. ഇവിടെ ഒരുപാട് വലിയ കേജസ് ഉണ്ട്. അതിലൊക്കെ പല ടൈപ്പ് ബേഡ്സിനെ നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെ നമ്മൾ ഈ വലിയ കഴുത്തോട് കൂടിയിട്ടുള്ള പിങ്ക് കൊക്കുകൾ ഉള്ള ഒരു ഭാഗമാണത്. ഒരുപാട് പക്ഷികളുണ്ട്. അതിൻ്റെ നല്ല ഭംഗിയുണ്ട് അവറ്റകളെ കാണാനായിട്ട്. അതെല്ലാം ഈ ഒരു കേജിൻ്റെ ഉള്ളിൽ അതൊരു ചെറിയൊരു കുളം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെല്ലാം അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഈ കേജൊക്കെ കുറച്ച് പഴക്കം തോന്നുന്നുണ്ട്, എന്നാലും അതിനുള്ളിലൊക്കെ ഒരുപാട് പക്ഷികൾ ഉണ്ട്. നമ്മൾ വീണ്ടും ഇവിടെ ബ്ലാക്ക് സ്വാൻസിനും പിന്നെയും കുറേ കണ്ടു. നേരത്തെ കണ്ട ആ നഴ്സറി പിള്ളേരുടെ ഒപ്പം തന്നെയാണ് നമ്മളും യാത്ര ചെയ്യുന്നത്. അവരും നമ്മൾ ഒരേ വഴിക്കാണ് തോന്നുന്നു. വീണ്ടും നമ്മൾ മുന്നേ കണ്ട ആ നദി വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ ക്രോസ് ചെയ്യുകയാണ്. ഇപ്രാവശ്യം നമ്മൾ മറ്റൊരു പാലത്തിലൂടെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇത് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒറാങ്ങുട്ടൻ ഷോയുടെ ഒരു ഭാഗമുള്ളതെന്നാണ് അവർ പറഞ്ഞത്. ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരുപാട് പഴയ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം വളരെ നന്നായിട്ട് സംരക്ഷിച്ച് പോരുന്നുണ്ട് അവർ. അതുപോലത്തെ തൂങ്ങിക്കിടക്കുന്ന വള്ളികളും അതിൻ്റെ ഇലകളും എല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്.
നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്തകളുടെ ഒരു കേജാണ്. അതിനുള്ളിലൊക്കെ കയറി ഈ തത്തകളുമായിട്ടൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അതിനൊക്കെ സ്പെഷ്യൽ ചാർജാണ്. നമ്മളതിലൊന്നും നിന്നില്ല. പല നിറത്തിലുള്ള ഒരുപാട് തത്തകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഈ പോകുന്ന വഴിയുടെ 2 സൈഡിലും ഇതുപോലെ ഒരുപാട് കേജുകളുണ്ട്. അവിടെ പക്ഷികളല്ല, കുരങ്ങന്മാരും അണ്ണാമാരും ആ ഒരു വർഗത്തിൽപ്പെട്ട ഒരുപാട് മൃഗങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു തരം അനിമലാണത്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലത്തെ കേജിലോട്ട് പാസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് ഒരു വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാസ് ചെയ്ത് നമുക്ക് കാണാം. ചിലതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്തായാലും ഭയങ്കര പ്രൊഫഷണലായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ ഒരു സൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറേ മൃഗങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഈ ഒരു കേജിൽ നമ്മൾ കാണുന്നത് ആൽബിനോ ബർമീസ് പൈത്തോണിനെയാണ്. അതൊരു വലിയൊരു പൈത്തോണാണ്. മഞ്ഞ കളറിൽ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട്. അതൊരു സ്പെഷ്യൽ ഐറ്റമാണ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒറാങ്ങുട്ടൻ ഷോയുടെ ആ ഒരു ഭാഗത്തെത്തി. അതായത് ഈ ഒറാങ്ങുട്ടന്മാരുടെ ഒരുപാട് കലാപരിപാടികളാണ് അവിടെ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത്. അങ്ങോട്ട് പോകുന്ന വഴിയിലൊരു വലിയൊരു കുളം പോലെ ഉണ്ട്. അതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജും ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇതാണ് ഒറാങ്ങുട്ടൻ ഷോ നടക്കുന്ന ആ ഒരു സ്റ്റേജിൻ്റെ എൻട്രൻസ് ഏരിയ. നമ്മളവിടെ ചെല്ലുമ്പോൾ കുറച്ച് ആളുകളെ എത്തിയിട്ടുള്ളൂ. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ഉന്തുവണ്ടിയിൽ കുറച്ച് ഡ്രിങ്ക്സും നെയ്യും അതൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല ക്ഷീണിച്ചതുകൊണ്ട് ഞങ്ങളും വാങ്ങിയിട്ടാണ് അങ്ങോട്ട് നമ്മൾ സീറ്റിലോട്ട് ചെന്നിരുന്നത്. ആളുകളൊക്കെ ചൂടെടുത്തിട്ട് വീശിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒറാങ്ങുട്ടൻ ഷോ ആരംഭിച്ചു. ഞാനിവിടെ നടക്കുന്ന ഒരു ഷോയും ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം നിങ്ങളിനി ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണിക്കുന്നേ ഉള്ളൂ. ഈ ഒരു ഷോ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിലുണ്ട്. ഏകദേശം ഒരു 1.25 മണിക്കൂറോളം അവിടുത്തെ ഓരോ ഷോസും ഉണ്ട്. അപ്പോൾ കുറേ ഷോ തുടങ്ങുന്നതോടുകൂടി തന്നെ ഈ ഏരിയ കംപ്ലീറ്റ് ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. കംപ്ലീറ്റ് ഹൗസ്ഫുള്ളാണ്. നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ തന്നെയാണ്. നിങ്ങൾ മിസ് ചെയ്യരുത് ഇവിടെ വരുന്നുണ്ടെങ്കിൽ. അല്പസമയം കഴിഞ്ഞോട് കൂടിയിട്ട് ഷോക്ക് കഴിഞ്ഞ ആളുകളൊക്കെ പുറത്തോട്ട് പോവുകയാണ്. നമ്മൾ വന്ന വഴിയിലൂടെയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 2 വഴിയിലൂടെയാണ് നമുക്ക് എക്സിറ്റ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത ഒരു ഷോ കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പോകുന്ന വഴിയിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ജിറാഫ് ടെറസ് എന്ന് പറയും. അത് ജിറാഫുകളെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. അവറ്റകൾക്ക് ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം നമുക്ക് അടുത്ത ഷോ എത്രയും പെട്ടെന്ന് കാണാനായിട്ട് അങ്ങോട്ട് എത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോയുടെ ഏരിയയിലോട്ട് എത്താൻ ഏകദേശം ഒരു 15 to 20 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പോകുന്ന വഴിക്ക് നമ്മളൊരു വലിയ ഒരു അക്വേറിയം കാണുകയുണ്ടായി. അതിലൊരുപാട് വലിയ മത്സ്യങ്ങളെ നമ്മൾ കണ്ടു. അലങ്കാര മത്സ്യങ്ങളാണ് അതിലുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഷോയുടെ ഏരിയയിൽ ഏകദേശം എത്തിയിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ അവിടെ നല്ല ക്രൗഡ് നമ്മൾ കണ്ടു. അതുമാത്രമല്ല അവിടെ കുറേ സ്കൂൾ കുട്ടികളെ നമ്മൾ കണ്ടു. അവർ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. യൂണിഫോമിൽ എല്ലാവരും ഒരേ യൂണിഫോമിലാണ്.
നേരത്തെ നമ്മൾ ക്രോസ് ചെയ്ത അതേ ആ ഒരു പാലം വീണ്ടും നമ്മൾ ക്രോസ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നമ്മൾ വീണ്ടും അത് ക്രോസ് ചെയ്തു ചെന്നു. നമ്മളൊരു പ്ലേയിങ് ഏരിയയിലോട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കാർണിവലൊക്കെ നടക്കുന്ന പോലെ ഒരുപാട് ഗെയിം ഷോപ്പുകൾ നമുക്ക് കാണാം. ഒരുപാട് ഗെയിംസൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ രണ്ടാമത്തെ ഷോ നടക്കുന്ന ഏരിയ. ഈ ഒരു ഷോയുടെ പേര് കൗബോയ് സ്റ്റണ്ട് ഷോ എന്നാണ്. ഈ ഷോ ആണ് ഞാൻ ഇവിടെ ഏറ്റവും ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഷോ എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ ഷോയാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ മെയിൻ ഗേറ്റിലൂടെ ഉള്ളിലോട്ട് കയറുകയാണ്. കാഴ്ചയിൽ എല്ലാ ഷോ നടക്കുന്നതും ഒരേപോലെ നമുക്ക് തോന്നുമെങ്കിലും അതെല്ലാം ഒരേ സ്ഥലമല്ല, പല പല സ്ഥലങ്ങളാണ്. ഇവിടെ നമ്മളാണ് കുറച്ചുകൂടി നേരത്തെ എത്തിയിട്ടുള്ളത്. സീറ്റുകളൊക്കെ കാലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ ഇരിപ്പുറച്ചു. ഇത്തരം ഷോകൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും സൈഡിലൊന്നും പോയിരിക്കരുത്. കഴിയുന്നതും സെൻറ്ററിൽ തന്നെ ഇരിക്കണം. എങ്കിലേ നമുക്ക് എല്ലാ ഭാഗവും ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു ലൈവ് പെർഫോമൻസ് ഷോയാണ്. ഒരു സ്കിറ്റ് അവർ നമ്മുടെ മുന്നിൽ ലൈവായിട്ട് കാണിക്കുകയാണ്. ഇതൊരു ആക്ഷൻ സ്കിറ്റാണ് ആക്ച്വലി. ഒരുപാട് ഫൈറ്റ് സീൻസും ആക്ഷൻ രംഗങ്ങളും ഒക്കെയുള്ള ഒരു ഷോയാണ്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സീറ്റുകളൊക്കെ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് എക്സൈറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യാനായിട്ട് വിട്ടു തരികയാണ്. ഈ ഷോയും ഏകദേശം ഒരു 1.25 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് പുറത്ത് കടക്കുകയാണ്. നമ്മൾ നേരത്തെ വന്ന ആ ഒരു ലേക്ക് മറ്റൊരു പാലത്തിലൂടെ ക്രോസ് ചെയ്ത് പോവുകയാണ്. അവിടെ ലേക്കിൽ നമുക്ക് ശരിക്കും റിയൽ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള കുറേ വഞ്ചികളും അതിൽ തുഴഞ്ഞു പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിച്ചു. അതെല്ലാം സ്റ്റാച്യു ആണെന്ന് സൂക്ഷ്മമായി നോക്കിയപ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. വീണ്ടും നമ്മൾ ഏകദേശം എൻട്രൻസ് ഏരിയയിലോട്ടാണ് വന്നത്. ഇനി ആ ഒരു ഏരിയ ക്രോസ് ചെയ്തിട്ട് നമ്മൾ അടുത്തത് കാണാൻ പോകുന്ന സീ ലയൺ ഷോയാണ്. അതിന് അധികം സമയം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഷോ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങൾ സീ ലയൺ ഷോ കാണാനായിട്ട് അവിടെ എത്തി. നല്ല ചൂടാണ്, എല്ലായിടത്തും ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമ്മൾ ഒരുപാട് ഇളനീരായി ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷോ നമ്മൾ കുറച്ച് വൈകി അങ്ങോട്ട് എത്താൻ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സൈഡിലാണ് സീറ്റ് കിട്ടിയത്. ഇവിടുത്തെ എല്ലാ ഷോകളും വർത്താണ്. ഒരു ഷോ പോലും മോശമല്ല. അപ്പോൾ നമുക്ക് ഒരു ഷോ പോലും നിങ്ങൾ മിസ്സാക്കരുത് എന്നാണ് പറയാനുള്ളത്. ഈ ഷോക്കും ഫുള്ളാണ്, ഹൗസ് ഫുള്ളാണ്, കംപ്ലീറ്റ് പാക്ക്ഡ് ആയിട്ടുള്ള ക്രൗഡാണുള്ളത്. ഷോ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് റിവർ സഫാരിക്കാണ്. ഇതിന് നമ്മൾ പ്രത്യേകം എക്സ്ട്രാ പാസ് എടുക്കണം. ഞങ്ങളുടെ ടിക്കറ്റിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ആംബിയൻസൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കതൊന്ന് കാണണമെന്ന് തോന്നിയത്. 380 ബാത്താണ് അഡൾട്ട്സിനായിട്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ബോട്ടിലൂടെ ഒരു ആർട്ടിഫിഷ്യൽ റിവറിൽ
സഞ്ചരിക്കുന്നതാണ് ഈ ഒരു ആക്ടിവിറ്റി. നമ്മളവിടെ ചെന്നപ്പോൾ നേരത്തെ കണ്ട ആ ഒരു സ്കൂളിലെ ഒരുപാട് കുട്ടികൾ അവിടെ വെയിറ്റിംഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ ഫാമിലി ആയതുകൊണ്ടും വെറും 4 പേര് മാത്രമായതുകൊണ്ടും അവർ നമുക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ തന്ന് നമ്മളെ മറ്റൊരു എൻട്രൻസിലൂടെ ബോട്ടിലോട്ട് കയറ്റുകയാണ് ചെയ്തത്. ഒരു ബോട്ടിൽ നമ്മളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ, 4 പേരാണ് ഒരു ബോട്ടിലുള്ളത്. നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ അവിടുത്തെ ഒരുപാട് കുട്ടികൾ നമുക്ക് ടാറ്റ തരുന്നതും നമ്മളോട് ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഒരു ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. ഈ ഒരു റിവർ യാത്രയിൽ നമുക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളത് ഈ വീഡിയോയിൽ കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്.
അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന റിവർ സഫാരി കഴിഞ്ഞ് ഞങ്ങൾ എൻഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് അടുത്ത ആക്ടിവിറ്റി ഏതാണോ അങ്ങോട്ട് പോകാനുള്ള പുറപ്പാടിലാണ്. സഫാരി വേൾഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് തൽക്കാലം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വിരോധമില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.